ചീമ്പി നെല്ലിക്ക അച്ചാർ. ചീമ്പി നെല്ലിക്കയുടെ പച്ച നെല്ലിക്കയാണ് ഈ കാണുന്നത്. അത് പഴുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ചീമ്പി നെല്ലി ഇന്നലെ മരം വെട്ടുകാരൻ വന്ന് മുറിച്ചു. അപ്പോൾ ഏകദേശം നല്ല മൂത്ത നെല്ലിക്ക ആയതുകൊണ്ട് ഞാനതെല്ലാം ഫുള്ളെടുത്ത് ഉപ്പിലിട്ട് വെച്ചു ഇന്നലെ രാത്രി. ഇന്നെടുത്തത് ഇഞ്ചിയുടെ പൊടിയൊക്കെ കാണാം. ഇഞ്ചിയിട്ട് വെളുത്തുള്ളി ഇട്ട് നല്ലെണ്ണ ഇട്ട് മുളക് പൊടി ഇട്ട് വലിയൊരു പാത്രം നിറച്ചത്. ഇനിയിപ്പോൾ എല്ലാവർക്കും കൊടുക്കാമല്ലോ. അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് അത് ഇട്ടു. അപ്പോൾ നല്ല നാരങ്ങയുടെ ഫ്ലേവറും ഇഞ്ചിയും നെല്ലിക്കയുടെ ടേസ്റ്റും ഉപ്പും എല്ലാം കൂടെ ചെല്ലുമ്പോൾ അടിപൊളി നാച്ചുറൽ ഒരു അച്ചാർ നമുക്ക് സുലഭമായിട്ടിട്ട്. ഇതിപ്പോൾ വെള്ളമൊക്കെ പറ്റും, ഇതങ്ങോട്ട് വലിക്കും. വെള്ളമെല്ലാം വലിച്ച് നല്ല കുറുകി വറ്റി നല്ല ഇതൊന്നിച്ച് ഒത്തിരി ഇട്ടുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലൂസൊക്കെ ആയിട്ടിരിക്കുന്നത്. കുറച്ചാണെങ്കിൽ നമുക്ക് തിക്കായിട്ട് നല്ല ഇതാണ്. എന്നാലും ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇത്ര നിറച്ച അച്ചാറില്ലേ. ഞാൻ അതിലൊക്കെ വീട്ടിലൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പാത്രം എടുത്ത് വെച്ചേക്കാം. അതിൽ കോരിയിട്ടിട്ട് കൊടുക്കാമല്ലോ. 2-3 നെല്ലിക്കേൻ്റെ പുറത്ത് പോയി. ഇപ്പോൾ സൂക്ഷിച്ചിടണം. അങ്ങനെ നമ്മുടെ ലവ് ലോലിക്ക, നെല്ലിക്ക എന്നൊക്കെ പറയുന്ന അച്ചാറുകൾ ഇവിടെ റെഡിയാണ്. ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് ഒത്തിരി പേര്. അവർക്കെല്ലാം കൊണ്ട് കൊടുത്ത് ഇത് കൊണ്ട് ഫിനിഷ് ചെയ്യും. ഇപ്പം നമ്മളൊരു നെല്ലിക്ക അച്ചാറിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കാണുന്നത്. ഇത് ഞാൻ ഒന്നും ചെയ്തില്ല. കടുകിട്ടു, നല്ലെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു. ഉണ്ടോ കറിവേപ്പിലയൊക്കെ ഇതിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കേണ്ടത്. കറിവേപ്പില ഇട്ട്, ഇഞ്ചി ഇട്ട്, വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വരട്ടിയിട്ട് അതിൻ്റെ അകത്ത് മുളക് പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നെല്ലിക്ക നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ച നെല്ലിക്ക അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. അപ്പോൾ കുറേ നെല്ലിക്കകളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. ഈ 2 ദിവസം പുറത്ത് വെച്ചിട്ട് അപ്പോൾ നെല്ലിക്ക ഒന്ന് നല്ല ഉണക്ക് കുതിർന്ന് നല്ല പഴുത്ത പരുവാകും, ഞെങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറേശ്ശെടുത്ത് കൂട്ടാം. അപ്പോൾ എൻ്റെ നെല്ലിക്ക അച്ചാർ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ. ഇതിൻ്റെ നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കിയെന്ന്. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്നിച്ച് ഞങ്ങൾ പൊടിച്ച് വെച്ചേക്കുവാണ്. ഞങ്ങളുടെ കസിൻസൊക്കെ തരുന്ന മുളക് പൊടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയും ചേർക്കും. എന്നിട്ട് അതങ്ങോട്ട് കുറച്ചങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ സൂപ്പറായിട്ടുള്ള അച്ചാർ റെഡി. അച്ചാർ പൊടി ഒന്നും ചേർത്തിട്ടില്ല ഇതിൻ്റെ അകത്ത്. ഇനി അവരവർക്ക് ഇഷ്ടമുള്ള കണക്ക് അച്ചാർ പൊടിയൊക്കെ ചേർക്കാം. ഇത് കൊണ്ട് കൊടുക്കുന്നവർ അവർ ഇഷ്ടമുള്ള കണക്ക് അച്ചാർ പൊടിയൊക്കെ ചേർത്തോട്ടെ.